എനിക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ അവരെന്താ വിചാരിക്കുക. അതുപോലെ തന്നെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞേ എനിക്കുള്ളൂ. പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷമാണ് വലുത്. എൻ്റെ കാര്യങ്ങളൊക്കെ സെക്കൻഡറിയാണ്. എനിക്കങ്ങനെ എൻ്റെ കാര്യങ്ങളിലൊന്നും വലിയ പരിഗണനയില്ല. അവരുടെ അപ്രൂവൽ കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നാലേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അവരുടെ വാല്യൂ, സ്വന്തം വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ചെയ്യാൻ. അവരുടെ പ്ലാൻസ് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പോസ്റ്റ്പോൺ ചെയ്യാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണ്ട എന്നുള്ളതല്ല, പക്ഷേ അവരെ ഹെൽപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്ലാൻസിനും കൂടി അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്കും കൂടി ഒരു പ്രയോറിറ്റി കൊടുത്താൽ മാത്രമല്ലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എനിക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്. ലൈഫ് ഈസ് നോട്ട് അബൌട്ട് പീപ്പിൾ പ്ലീസിങ്. നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവരെ അംഗീകാരം കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഹാപ്പിയാണ്, എപ്പോഴും നമ്മൾ ഹാപ്പിയാണ്. അതല്ലേ അതിൻ്റെ ഒരു രസം. ജീവിതം അങ്ങനെയാകുമ്പോൾ എന്തൊരു രസമാണ്. മറ്റുള്ളവരെ പരിഗണന കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ?